ദൈവത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം ലുലു ഫാഷൻ വീക്കിൻ്റെ ഈ റാമ്പിൽ വരുമ്പോൾ അതാരാണെന്ന് നിങ്ങൾ നേരിട്ട് തന്നെ അറിയാം. അല്ലാതെ ദൈവത്തിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തൊരു അവതാരകരാകാൻ എനിക്ക് താല്പര്യമില്ല. സോ ദിസ് ഇസ് ഗോണ ബി എ വെരി സ്പെഷ്യൽ വൺ. ഐ എം ഷുവർ യു ഡോണ്ട് നോ ഹൂ ഹി ഈസ്. സോ ദിസ് മൂവി ഈസ് written and directed by God. This is a huge surprise. Check it out. Extremely talented, very extremely proud actor we have in the Malayalam cinema fraternity. His name is Sunny Wayne. Sunny Wayne, ladies and gentlemen, Lulu Fashion Week, and this is his new material. ദൈവമായിട്ട് ഈ സിനിമയിൽ അദ്ദേഹം അവതരിക്കുകയാണ്. സിനിമയുടെ പേര് Written and Directed by God. നന്നായിരുന്നു സണ്ണി, ഗുഡ് ടു സീ യു. ടോട്ടലി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അവതാരം. സണ്ണിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി അണിയറ പ്രവർത്തകരെ ഞങ്ങൾ വിളിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് മലയാളികളുടെ കൂടെയുള്ള വളരെ പ്രിയപ്പെട്ട നടൻ, നായകനായും സഹനടനായും കൊമേഡിയനായിട്ടും എല്ലാ ക്യാരക്ടേഴ്സിലും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹം. സ്വാഗതം ചെയ്യുകയാണ് ശ്രീ സൈജു ഗുരു at Lulu Fashion Week, ladies and gentlemen. Another actor from the same movie, Sri Vaishak Vijay. Vaishak പുതിയ പല സിനിമകളിലെ ഭാഗമാണ്, മനസ്സിലാവും. Vaishak. The director, written and directed by God എന്ന സിനിമയുടെ ഡയറക്ടർ ശ്രീ ഫെബി ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ഫെബി ജോർജ്. I would like to call upon the producers of the movie on behalf of TJ Productions and Netturan Films banner. I would like to call Sri Thomas Jose and Sri Salun K. Yusuf. ഈ സിനിമയുടെ നിർമ്മാതാക്കൾ, ഈ സിനിമയുടെ PR കൂടായ മഞ്ജു ഗോപിനാഥിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. PR of the movie, written and directed by God. അപ്പോൾ ദൈവം ഉണ്ട്, ദൈവത്തെ നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം സണ്ണിയിൽ നിന്ന് പിന്നെ ഡയറക്റ്റിലേക്കും. അപ്പം സൈജുമായാണ് ദൈവത്തെ കണ്ടെന്നില്ല തോന്നുന്നു. നോക്കാം, സണ്ണി സംസാരിക്കണം. എങ്ങനെ സണ്ണി ദൈവമായിട്ട് വരുന്നത്? ഹലോ, ഹായ് എല്ലാവർക്കും നമസ്കാരം. ദൈവം എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് ഡയറക്ടർ ബൈ ഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടീമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ആ ഒരു വേഷം നിങ്ങളെല്ലാവരും നേരത്തെ ഒന്ന് കാണിക്കാതെ വിചാരിച്ചു. കാരണം ഇവിടെ ഒരു ഫാഷൻ വീക്ക് നടക്കുന്നുണ്ട്. സോ വി ആർ സോ ഡിലൈറ്റഡ്, സോ ഹാപ്പി ടു പ്രസൻറ്റ് ഞങ്ങളുടെ ടീമിനെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ ചോദിച്ചാൽ, അതായത് നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച്. ഇപ്പം ദൈവമായിട്ട് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയുണ്ടായി, അയ്യോ ഞാൻ ദൈവമായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി, ഒരു യോഗം ഉണ്ടായി. പക്ഷേ ഇല്ല, ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നല്ലൊരു ടീമിൻ്റെ ഒരു രസകരമായിട്ടുള്ള സിനിമയാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ബാക്കി സൈജു പുറത്തു പോകും. സൈജുമായിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അപ്പം ദൈവത്തെ സിനിമയിൽ നിങ്ങളാണോ കാണുന്നത് ദൈവത്തെ? എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം ക്ഷമയായിരിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഫാഷൻ ഷോ കാണാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഓണത്തിനിടയ്ക്ക് മുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ പണമായിട്ട് വന്നതിൽ വളരെയധികം ക്ഷമയിരിക്കുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊക്കെ അറിയേണ്ട ഇങ്ങനൊരു പണം വരുന്ന കാര്യം. മെയ് 16 റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ
സിനിമ ഒരു ഫാന്റസി സിനിമയാണ്. അതിൻ്റെ അകത്ത് സണ്ണി വെയിൻ ആണ് ഗോഡായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് ഫാന്റസി ജോണറിൽപ്പെട്ട് ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത്, മനുഷ്യനും ദൈവമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ പടം തന്നെയാണല്ലോ. നിങ്ങളെ എന്റർടൈൻ ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണല്ലോ. ദൈവത്തിന് നമ്മളാരും കണ്ടിട്ടില്ല. ഒരു വലിയൊരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അമ്മ, അച്ഛൻ, ഇവരാരും നമുക്ക് ചെവി തരാത്ത സമയത്ത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, അപ്പോഴും നമുക്ക് ചെവി തരുന്ന ഒരാൾ, നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്ന ഒരാള് ദൈവമാണ്. നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്നു, വന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കൂടുതലും സംഭവിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ദൈവം വന്ന ഉടനെ പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി വരുന്ന പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാം. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ദൈവം ഈ സിനിമയിൽ കഥാപാത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫ് ആദ്യം റെക്ടിഫൈ ചെയ്യുക. ദൈവം പറയുന്നത്, ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നീ ആദ്യം മനസ്സിലാക്കുക ആ പ്രശ്നം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായി, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദൈവം ആ പാതയാണ് കാണിച്ചത്. ദൈവം പാത കാണിച്ചു തരുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു, ആ പാതയിലൂടെ സഞ്ചരിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നു. എന്ത് പ്രശ്നമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഫേസ് ചെയ്യുന്നത്, ദൈവം എന്താണ് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇവർ ബാക്കി മുമ്പോട്ടുള്ള കഥയിൽ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ സിനിമ പറയുന്നത്. നിങ്ങളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. നമുക്ക് ലൈഫിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചാൻസുകൾ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. നമുക്ക് ചിലപ്പം ഒരു ചാൻസ് ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇന്നർ സെൽഫിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് അത് ശരിയാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറും, ആഗ്രഹങ്ങളും സാധിക്കും. ഇതാണ് നമ്മൾ ഈ സിനിമയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് സനൂപും തോമസും. പിന്നെ വൈശാഖ് ഇതിനകത്തൊരു സുപ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ഫെബി ജോർജ്, കൊല്ലംകാരനാണ്. ഫസ്റ്റ് പടം തന്നെ ഒരു ഫാന്റസി ജോണർ അറ്റൻഡ് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ് ടു ഫെബി ജോർജ്. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ് ടു അസ്. മെയ് 16 ഈ സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്തുവാണ്. അവധിക്കാലമാണല്ലോ, കുട്ടികളുടെയൊക്കെ സ്കൂൾ അടച്ചിരിക്കുകയാണ്, കോളേജിൽ പഠിക്കുന്നവരുടെയൊക്കെ കോളേജ് അടച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫാമിലി സഹിതം ഞങ്ങളുടെ സിനിമയും കൂടെ കാണാനൊന്ന് ശ്രമിക്കുക, സമയം കിട്ടുന്നതനുസരിച്ച്. ഏത് ഏജിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും അത്, ഞങ്ങളുടെ ഉറപ്പ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണല്ലോ എല്ലാ സിനിമക്കാരും ഈ പറഞ്ഞ ഞാനും സണ്ണിയൊക്കെ പല ഇന്റർവ്യൂസിലും ഫംഗ്ഷൻസിലൊക്കെ ചെന്നിട്ട് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഫാമിലി ആദ്യം കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് പോയെന്ന് കാണും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സോ ആയിട്ടൊക്കെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകും. എനിവേ, താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സൈശേഖർ. നമുക്ക് സംവിധായകനിൽ നിന്ന് കണ്ടുപോകാം. സൈജയുടെ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഒരുക്കിയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ എല്ലാവരും മെയ് 16 തിയേറ്ററിൽ തന്നെ പോയി കാണും. പക്ഷേ തണ്ണീർമത്തന് ശേഷം ഇവരോടൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മൂവി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ഈ മാസം 16 റിലീസാണ്. സൈച്ചോട്ടൻ പറഞ്ഞ പോലെ എല്ലാ ഏജ് കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മൂവി ആയിരിക്കും. ഒരു ഫാന്റസി ജോണർ പരിപാടിയാണ്. സോ എല്ലാവരും പോയി കാണുക, ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇത് എല്ലാത്തരം പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റെടുക്കാൻ പോകുന്ന സിനിമയായിരിക്കും. എല്ലാവരും 16 തീയതി അത് നിങ്ങളെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി കാണണം. Good evening all. പ്രൊഡക്ഷനിലേക്ക് എൻ്റെ ഫസ്റ്റ് ചുവടുവെപ്പാണിത്. സോ മെയ് 16 എല്ലാവിധ പ്രേക്ഷകർക്കും, അതായത് കുട്ടികളോടും മുതിർന്നവരും വരെ സനമിക്ക് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒത്തൊരുമയോടെ പോയി കാണാവുന്ന സിനിമയാണ്.
ഈ സിനിമ കണ്ടറിഞ്ഞ ഏവർക്കും ഒരു എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മോറൽസോ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലെസൺ, ഒരു മോറൽസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ എല്ലാവരും മെയ് 16 നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഇതൊരു വിജയമായി മാറ്റുക. താങ്ക് യു. അതോടൊപ്പം ഓ മൈ ഗോഡിന്റെ ട്രെയിലറും ഒരു സോങ്ങും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നമുക്ക് ഇതിനോടൊപ്പം തന്നെ അത് കാണാം. ഇപ്പൊ തന്നെ സ്ക്രീനിൽ ആൻഡ്രിനൽ റഷാണ്, രസമുള്ള പാട്ട് അല്ലെ. ഒരു നല്ല കൈഡി ഫോർ ദ ടീം ഡയറക്ടഡ് ബൈ ഗോഡ്. എല്ലാവരും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സണ്ണി കൂടെ ജോയിൻ ചെയ്താൽ വന്നായിരുന്നു. നമുക്ക് ഇപ്പം ഇവരോടൊപ്പം തന്നെ വേദിയിൽ വെച്ച് ലുവിന്റെ ബാക്ക് ടു സ്കൂൾ എന്ന ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് കൂടി നടക്കുന്നുണ്ട്. ബാക്ക് ടു സ്കൂൾ എന്നാണ് സ്കൂൾ തുറക്കുന്ന സമയത്തേക്കുള്ള ലുവിന്റെ ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ എന്ന ഈ ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് ആണ്. The official launch of Back to School campaign from Lulu by Sunny Wayne and Sai Jindurab and the team of written and directed by God. Lulu Back to School from 3rd May to 1st June.